അസ്സലാമു അലൈക്കും. IRSന്റെ ചരിത്രത്തില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മഹത്തായ പേരുണ്ട്, VK അലി എന്നാണ്. അദ്ദേഹം പ്രവാസിയായിരിക്കുമ്പോൾ IRSുമായി പ്രവാസ ജീവിതത്തിലെ ഒഴിവുവേളകളിൽ IRSുമായി ഏറെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇന്ന് IRSന്റെ എല്ലാമായ VK അലി സാഹിബ് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചതിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതിന്റെ പേര് പ്രവാസിയായിരുന്നു അല്ലെ കുറെ കാലം. ഏത് വർഷം മുതലായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഞാൻ 1974 മുതൽ പ്രവാസിയാണ്. പക്ഷെ 1996 ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. ഖത്തറിലായിരുന്നു. ഇവിടെ ശാന്തോരം അൽ ജാമിയ അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൽ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ പ്രബോധനത്തിൽ എഡിറ്ററായി, സബ് എഡിറ്ററായി ഞാൻ കുറച്ചു കാലം, ഒരു 3-4 വർഷം ഉണ്ടായി. അവിടെ നിന്നാണ് ഖത്തറിലേക്ക് ഉപരിപഠനാർത്ഥം പോയത്. ഖത്തറിൽ ചെന്നതിന് ശേഷം അവിടെ മഹദ്ദീനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ 2 വർഷവും, ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ 4 വർഷവും, അങ്ങനെ 6 വർഷം അവിടുത്തെ പഠനത്തിൽ തന്നെ തുടർന്നു. അതിനുശേഷം അവിടുത്തെ വഖഫ് ബോർഡിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുകയും 15 വർഷം അവിടെ ജോലി ചെയ്ത് തിരിച്ചു പോരുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ആ കാലത്തൊക്കെയും ഈ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനവും നമ്മുടെ ഒരു സ്ഥാപനവും എന്നുള്ള രൂപത്തിൽ വളരെ താല്പര്യപൂർവ്വം അതിൻ്റെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ ചെയർമാനായിരുന്ന അബ്ദുല്ലാഹ തങ്ങള് അദ്ദേഹത്തെ ഖത്തറിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നെ അതുപോലെ ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇവർ ബന്ധപ്പെടുകയും അന്വേഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അബ്ദുല്ലാഹ തങ്ങൾ അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹം ചെയർമാനായി തുടരുകയും അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് കുറെ കാലം അടുത്ത ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഞാൻ പിന്നെ ഒഴിവായത്. അത് തന്നെ സ്വന്തം താല്പര്യപ്രകാരം ഒഴിവായതാണ്. പിന്നെ അതുവരെയും ഞാൻ തന്നെ ആയിരുന്നു ചെയർമാൻ. ഇപ്പോൾ CT ഷുഹൈബ് സാഹിബാണ് ചെയർമാൻ. പക്ഷേ എങ്കിലും IRSന്റെ ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു സജീവ മെമ്പർ എന്നുള്ള രൂപത്തിൽ ഞാൻ ഉണ്ട്. ഒരു സ്ഥാപനത്തിന്റെ ഒരു മുഖ്യ രക്ഷാധികാരി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ എല്ലാവരും ഒരു കുടുംബത്തെ പോലെയാണ് ഈ വിഷയത്തിൽ കഴിഞ്ഞുകൂടുന്നത്. ഇതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പരിപാടി മെഗാ അലുമിനിയുടെ ഒരു സമ്മേളനം അടുത്ത ആഗസ്റ്റിൽ ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാ ഏകദേശം 42ഓളം ബാച്ചുകൾ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വലിയ ഒരു പരിപാടി തന്നെ ആയിട്ടാണ് ഇതിൻ്റെ സംഘാടകർ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരുമിച്ച് ഇന്നത്തെ ഫ്ലാഗ് വന്ദിക്കുന്ന ആ കർമ്മത്തിൽ ഒരുമിച്ച് കൂടിയ അതിൻ്റെ സജീവ പ്രവർത്തകരായ ആളുകൾ, അവരുടെ ആവേശം കാണുമ്പോൾ തന്നെ ഇത് തീർച്ചയായും ഒരു നല്ല പരിപാടി, വിജയകരമായ പരിപാടി ആയിരിക്കും എന്ന് തോന്നുകയാണ്. ഞങ്ങളെക്കാളൊക്കെ ആവേശത്തോടു കൂടി ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ സജീവമായിട്ട് ഇവിടെ രംഗത്ത് ഉണ്ട്. എല്ലാ കാര്യങ്ങളും സ്ഥാപനാധികൃതരുമായിട്ട് ബന്ധപ്പെടുകയും എന്താണ് വേണ്ടത് എന്ന് അന്വേഷിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം ഈ സമ്മേളനം വിജയിപ്പിക്കുക എന്നുള്ളതും അത് ഒരു സംഭവമാക്കി മാറ്റുക എന്നുള്ളതുമായിരിക്കണം. അതിന് നമ്മുടെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകാരികളുടെയും ഒക്കെ സഹകരണം ഉണ്ടാവണം. അവർക്ക് വേണ്ട ഒത്താശകൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷം. ഇപ്പോ ഒരു യാത്ര എന്ന് പറയുന്നത് 80കളിൽ തുടങ്ങിയ IRS. അപ്പം നമ്മുടെ നാട്ടില്, അതായത് VK അലി സാഹിബിന്റെ നാട്ടില് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം വരുമ്പോൾ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു വിഷനില് പങ്കു ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന്? അതെ, അത് ആ കാലം മുതൽ തന്നെ ഞങ്ങൾ ഈ ഇവിടെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള
ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങിയത്. അത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കൂടെ അല്ലാതെ പ്രൈവറ്റായിട്ട് SSLC പഠിക്കുവാനോ അത് തുടർ വിദ്യാഭ്യാസം ചെയ്യുവാനോ സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം അന്ന് ചില നിയമങ്ങൾ മുഖേന ഉണ്ടായിത്തീർന്നു. മാത്രമല്ല ഒരു 2 വർഷത്തെ അധിക കാലം എടുത്തെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് SSLC പോലും പ്രൈവറ്റായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ രംഗത്ത് വരികയും അവർ ഈ കുട്ടികളെ അങ്ങനെ അവഗണിക്കാൻ പറ്റുകയില്ല, ആ കുട്ടികളുടെ ഭാവി ഈ രൂപത്തിൽ തകർക്കാൻ പറ്റുകയില്ല എന്നൊക്കെയുള്ള രൂപത്തിൽ ഈ രക്ഷിതാക്കന്മാരും കുട്ടികളും ഒക്കെ അണിനിരന്നുകൊണ്ട് ഈ റെസിഡൻഷ്യൽ സ്കൂൾ എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റുകയും അങ്ങനെ ഈ കുട്ടികളെ അവർക്ക് സ്വന്തമായിട്ട് SSLC പരീക്ഷ എഴുതാനുള്ള അംഗീകാരം ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഈ പ്രാദേശികമായ കുട്ടികൾ മാത്രമാകുമ്പോൾ അത് വേണ്ടത്ര അവർ വിജയിക്കുകയില്ല എന്നതുകൊണ്ടാണ് ഒരു റെസിഡൻഷ്യൽ സ്കൂളായിട്ട് അതിനെ ഉയർത്തുകയും അന്തമാനടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയും അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു കേന്ദ്രം എന്നുള്ള രൂപത്തിലേക്ക് ഈ പ്രദേശത്തെയും ഈ നാട്ടിനെയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ നിലയ്ക്ക് യഥാർത്ഥത്തിൽ അതിൽ വലിയൊരളവോളം നമ്മൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും തന്നെ വളരെ ശ്രദ്ധാർഹമായ ഒരു കാര്യമാണ്. കാരണം ഈ എടയൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് നേരത്തെ തന്നെ ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇവിടെ നമ്മളൊരു കുഗ്രാമമാണ്, പക്ഷെ അതേ അവസരത്തിൽ തന്നെ ഇവിടെ വലിയ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും പരിചയമുള്ള ആളുകളും ഉണ്ടായിരുന്നു. അവർ നേരത്തെ ഏറ്റവും ആദ്യമായി മദ്രസകൾ തുടങ്ങിയ പ്രദേശങ്ങളിലൊന്നാണ് എടയൂർ. മാത്രമല്ല ഇവിടുത്തെ വിദ്യാർത്ഥികളെ മറ്റു പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞയച്ച് ശാന്തപുരം ഇസ്ലാമിയ കോളേജ്, അതുപോലെ തന്നെ വാടാനപ്പള്ളി ഇസ്ലാമിയ കോളേജ്, പിന്നെ ചേന്നമംഗല്ലൂർ ഇലാഹിയ കോളേജ്, തിരൂർക്കാട് ഇലാഹിയ കോളേജ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇവിടുത്തെ കുട്ടികളെ പറഞ്ഞയച്ച് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ നിരവധി ആളുകളെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാനും ഈ നാട്ടിനെ സാംസ്കാരികമായി ഉയർത്താനുമൊക്കെ നന്ന് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. മാത്രമല്ല അത്ഭുതം തോന്നും, ഈ കുഗ്രാമത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക പ്രസിദ്ധീകരണം, ഇസ്ലാമിക പുസ്തക പ്രസിദ്ധീകരണശാല ആരംഭിച്ചത് ഈ ഗ്രാമത്തിലാണ്. IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇന്ന് 800ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിദ്യാഭ്യാസ കേന്ദ്രം പുസ്തക പ്രസിദ്ധീകരണശാലയാണ് ഈ IPH എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇവിടെ നിന്നാണ് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഒരു മാഗസിൻ, മെസ്സേജ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇവിടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ പ്രബോധനം പത്രം ഇറങ്ങിയത് ഇവിടെ നിന്നാണ്. ഇങ്ങനെ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടും ഒക്കെ ഇവിടെ പേരുകെട്ട വ്യക്തിത്വങ്ങൾ ഈ സ്ഥലത്ത് വരികയും ഇവിടെ താമസമാക്കുകയും ഇപ്പോൾ അബ്ദുൽ ഹയ്യനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വവും അവരുടെ ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങളും സഹകരണങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളെ തുറന്ന് കൊടുക്കുവാനും നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ വളർത്താനും സാധിച്ചിട്ടുണ്ട്. വലിയൊരളവോളം അത് വിജയിച്ചതിൻ്റെ ലക്ഷണമാണ് ഇന്ന് നമ്മൾ സിനിമാ രംഗത്തടക്കം പ്രവർത്തിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. സക്കരിയെ പോലെയുള്ള ആളുകളെ, അതുപോലെ തന്നെ മറ്റ് പല രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ആ സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് എന്ന് നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അൽഫജ്ർ പോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഖുർആൻ മനഃപ്പാഠമാക്കാനും ജീവിതത്തോടുകൂടെ ഖുർആൻ പഠിക്കണം എന്നുള്ള ഒരു ആശയത്തോട് കൂടെയാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു VK അലി സാഹിബിന്റെ സാറ് ചെയർമാനായിരിക്കുന്ന സമയത്താണ്. അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്? അൽഫജർ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ നമുക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അബ്ദുൽ അഹദ് തങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങളും ആഗ്രഹവുമായിരുന്നു. അപ്പോൾ പല ആളുകളും നമുക്ക് ഈ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടത്ര സംവിധാനങ്ങളില്ല, ആ വിഷയത്തിൽ നമ്മൾ കുട്ടികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നില്ല,
ഈ ഖുർആൻ എന്ന് പറയുന്നത് അത് മനഃപ്പാഠമാക്കി നന്നായി പാരായണം ചെയ്യുന്ന ആളുകൾ അവർ നമസ്കാരത്തിനും മറ്റൊക്കെ നേതൃത്വം നൽകുമ്പോൾ ജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു വികാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ആവശ്യം നിരന്തരം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആയിടക്കാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നല്ല ഒരു 10 ലക്ഷം രൂപ പോലെയുള്ള സംഖ്യകൾ പലരും 1, 2, 3 ആളുകൾ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുകയും പിന്നെ അതിന് ഉള്ള സഹകരണം അവരുടെ പിന്നിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ഈ അൽഫജർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ട് അവിടെ ഒരു പ്രത്യേക ബ്ലോക്കായിക്കൊണ്ട് അത് സ്ഥാപിക്കുകയും അങ്ങനെ കുട്ടികളെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ പ്രത്യേകമായി സംഘടിപ്പിച്ച് ഭക്ഷണവും അതുപോലെ തന്നെ സൗകര്യങ്ങളുമൊക്കെ അത് മറ്റുള്ള കുട്ടികളെക്കാളൊക്കെ നല്ല ഒരു സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയും അങ്ങനെ അവർക്ക് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യാൻ താല്പര്യമെടുക്കുകയും ചെയ്തു. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. ഇതുവരെയായിട്ട് നമ്മളുടെ ആ സംരംഭം മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ കുട്ടികളെ അതിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത്രയും വേഗത്തിൽ ചിലപ്പോൾ ഒരു 3 കൊല്ലോ 4 കൊല്ലോ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല ഖുർആൻ മനഃപ്പാഠമാക്കൽ മുഴുവൻ. പക്ഷേ എങ്കിലും പിന്നെ ഇവിടെ നിന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന കുട്ടികളെ ഇവിടെ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവർ ഖുർആൻ പഠിക്കുന്നവരായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ലാസ്സുകളും അധ്യാപകന്മാരും അതിനാവശ്യമായ പ്രത്യേക സ്റ്റാഫും ടീമും ഒക്കെ സംഘടിപ്പിച്ച് ഹോസ്റ്റലും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയകരം തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മാത്രമല്ല പ്രത്യേകിച്ചും ആളുകൾ അതുമായിട്ട് കൂടുതൽ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ IRS ഇവിടെ നിലനിൽക്കണമെന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലാത്തതുമായ പൊതുസമൂഹത്തിന് അവരെ ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം. കുറച്ച് സമയമാണെങ്കിലും നമുക്ക് വേണ്ടി കാര്യപ്രസക്തമായ വിവരങ്ങളാണ് IRSനെ കുറിച്ച് VK അലി സാഹിബ് നമ്മളോട് പങ്കുവച്ചത്. വളരെ സന്തോഷമുണ്ട്. സ്നേഹം, നന്ദി.